കൊല്ലങ്കോട് ഒരു സംഭവം കേട്ടോ. കൊല്ലങ്കോട് വരേണ്ട ഒരു ക്ലൈമറ്റാണ് ഇപ്പോൾ. അതായത് നല്ല കാറ്റ്. ഇന്നത്തെ ഇതിൽ ചെറിയൊരു വെയിൽ കിട്ടിയിട്ടുണ്ട് എനിക്കിപ്പോൾ. ഞാൻ ഇവിടെ നിന്നുള്ള വിശേഷങ്ങളാണ് കാണിച്ചു തരാം. ഈ കുട കാണുന്നുണ്ടോ? ഈ കുടയുടെ ഈ പോയിന്റ് ഇല്ലേ, നമ്മൾ നെല്ലിയാമ്പതിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വന്ന് നിൽക്കണ ഒരു നെല്ലിമര നിൽക്കുന്ന ഒരു പോയിന്റ് കണ്ടോ, അതാണ് ഈ കാണുന്നുണ്ടോ. ഞാനത് വണ്ടി ഇവിടെ നിർത്തി ലോക്കാക്കിയിട്ടുണ്ട്. മാന്തോപ്പാണത്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ സുഹൃത്തുക്കളെ, ഈ വഴിക്ക് വരുന്ന വഴിക്ക് ഭയങ്കര വിഷമപ്പെട്ടുള്ള കാര്യങ്ങളാണ്. കുട്ടികളുടെ സ്നെഗ്ഗി വരെ നമ്മൾ ഈ ഏരിയയിലൊക്കെ കൊടുന്ന് വലിച്ച് വണ്ടിയിൽ നിന്നിട്ട് ദൂരേക്ക് എറിഞ്ഞിട്ടിട്ട് വെള്ളം കോപ്പി അത് ഇതൊക്കെ കണ്ടു. വളരെ മോശം. ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരവരുടെ അന്നത്തെ രസത്തിന് വേണ്ടി വരികയാണല്ലോ ഓരോരുത്തരും. അവരവരുടെ അന്നത്തെ നേരം പോക്ക്. കൊല്ലംകോടേക്ക് ഒന്ന് പോവുക, ട്രിപ്പ് അടിക്കുക, വരുമ്പോൾ വേണ്ടോളം സ്നെഗ്ഗിയും സാധനങ്ങളൊക്കെ കുട്ടികളെ തന്നെ എടുത്തിട്ട് അവരുടെ കുട്ടിയുടെ മൂത്രം കാര്യങ്ങളൊന്നും അവരുടെ മേറ്റിക്കുന്ന ആവാണ്ട് നോക്കും. എന്നിട്ടത് അവരിവിടെ വലിച്ചെറിഞ്ഞിട്ട് അത് എടുക്കാൻ ആരുമില്ല. ഇവിടെ ഡ്രസ്സ് മാറാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളം, ചെറിയൊരു ചായ വെള്ളം സംഭവം സെറ്റപ്പൊക്കെ ഉണ്ട്. നമുക്ക് ഈ വഴിക്ക് പോകാനുള്ളൂ വെള്ളച്ചാട്ടത്തേക്ക്. ഇവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു വെള്ളച്ചാട്ടങ്ങളുടെ എണ്ണം കൂടും. അവിടെ നല്ലൊരു വലിയൊരു വെള്ളച്ചാട്ടം ഉണ്ട്. 1, 2, 3 ഇവിടെ കാണുന്നുണ്ടോ ഈ പോസ്റ്റിൻ്റെ സൈഡിൽ, അതാണ് സീതാർകുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകേണ്ട ഒരു വഴിയിൽ കൂടെ ഇങ്ങനെ പോകണം. കുറച്ച് ദൂരം നടക്കാനുണ്ട്. സംഭവം ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്കാണ് കിടക്കണത്. അപ്പോൾ അതിൻ്റെ രീതിയിലൊക്കെ വരണമെന്നാണ്. പക്ഷെ ഞാൻ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫുള്ള് വേസ്റ്റായിരുന്നു. ബൈക്കിലൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് പരമാവധി കയറി വരാം കേട്ടോ. ബൈക്കായിട്ട് വരണമെന്ന് വെച്ചാൽ വണ്ടി നിർത്തിയതിൻ്റെ അവിടെ നിന്ന് ഒരു 100-150 മീറ്റർ ഇപ്പോൾ ഞാൻ നടന്നു. കേരള ഫോറസ്റ്റ് അടുത്തേക്ക് ഇത് കൂടെ അല്ലേ? ഓക്കെ. ഫോറസ്റ്റിൻ്റെ ആൾക്കാർ വരുന്നുണ്ട്. ആ വഴിക്കാണ് നടക്കാം. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന് വരുമ്പോൾ ഇവിടെ എത്തുമ്പോൾ ഒരു വഴി ചെറിയൊരു ഗേറ്റ് എത്തിയിട്ടാണ്. ഗേറ്റ് വഴി അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു വഴി എത്തിയല്ലോ. ഇവിടുന്ന് ലെഫ്റ്റാ റൈറ്റാണ്. നമ്മളാകുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നിട്ട് വന്നിട്ട് ഇതിൻ്റെ സീതാർകുണ്ടിലേക്ക് പോണ ടിക്കറ്റ് കൗണ്ടറാണിത്. അതേമാതിരി ബാത്റൂം കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. ഇവിടുത്തെ വിശേഷം എങ്ങനെയാണെന്ന് വെച്ചാലേ വർക്കിംഗ് ടൈം 8 AM 5 PM. ഇങ്ങനെ വരുമ്പോൾ ടിക്കറ്റ് കൗണ്ടർ, ഇക്കോ ഷോപ്പ്, വെള്ളച്ചാട്ടം, ഇത് ടോയ്ലറ്റ്, പുരുഷന്മാർ സ്ത്രീകളപ്പുറത്ത്. നമ്മുടെ ഗസ്റ്റ് ആട്ടത് ഇബ്രാനായിട്ട് നമ്മൾ വന്നത്. നമ്മളെ ടീംസ് ഇതാട്ടാ. അതിൽ കംപ്ലീറ്റ് എല്ലാവരും കൂടി നിന്നിട്ടൊരു ഫോട്ടോ കൊടുക്കുന്നുണ്ട്. സീതാർകുണ്ടിൻ്റെ അങ്ങോട്ട് പോണ ആ ഒരു ഏരിയയിലേക്കുള്ള ടിക്കറ്റ് കൗണ്ടറേ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. നല്ല ഫോറസ്റ്റ് നല്ല അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഷ്ടമായി. സംഭവം കിടുവായി. പശ്ചിമഘട്ട ഉള്ള ഇതാണ് അതിലത്തെ വെള്ളം. തെന്മല പറയും നമ്മൾ. തെന്മല കാണുന്നത് നമ്മളാ ചെറിയ നിന്ന് തോറ്റി വെള്ളരിമലയുടെ സീതാർകുണ്ട്. മഴ കൂടി കഴിഞ്ഞാൽ എപ്പോഴും വെള്ളം കൂടും പറയാൻ പറ്റില്ല. അതായത് നമുക്ക് പോകുന്ന വെള്ളം, ഈ വെള്ളം അവിടെ നിന്ന് വരുന്ന ഓവർഫോള് ചെക്ക് ഡാമുണ്ട് 3 അങ്ങോട്ട്. ഇത് പാടശേഖരക്കാർക്ക് പോകുന്ന വെള്ളം ഈ വെള്ളം അല്ലേ. ഇത് താമരപ്പാടം, തടിക്കാട്, കൊല്ലഞ്ചള്ള അങ്ങനെയുള്ള ഭാഗങ്ങളിൽ മൊത്തം ഇവിടുന്ന് പോകും. ഇത് ചെറിയ പോർഷനായിട്ട് വരുള്ളൂ. ബാക്കിയുള്ള വെള്ളത്തിന് ചെക്ക് ഡാമുണ്ട്, ചെക്ക് ഡാമുണ്ട്. ഒക്കെ വെള്ളം സ്റ്റോർ ചെയ്തിട്ട് മുകളിൽ നിന്ന് വരുന്ന വെള്ളം നമുക്ക് ഉറവ് വെള്ളം കിട്ടുക. മഴ പെയ്ത വെള്ളവും ഉറവ് വെള്ളവും എപ്പോഴും വെള്ളമാണ്. എപ്പോഴും വെള്ളം പറ്റിയതില്ല. വെള്ളം പറ്റില്ല. ഇല്ല, എൻ്റെ ജീവിതത്തിൽ പറ്റിയത് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ പറ്റിയത് കണ്ടിട്ടില്ല. പറ്റിയത് കണ്ടിട്ടില്ല. ഇല്ല. അപ്പോഴാണ് ചെറിയൊരു ഒഴുക്കുണ്ടാവും. പറ്റില്ല, ഒരിക്കലും പറ്റില്ല. ഇല്ല. കുളിക്കാനുള്ള വെള്ളം എപ്പോഴും നമുക്ക് കിട്ടും. കുടിക്കാനുള്ളതാ? ഫെബ്രുവരി, മാർച്ച്. കുടിക്കാനുള്ള വെള്ളം വേനൽക്കാലത്തിലും ഈ വെള്ളം ഒരിക്കലും പറ്റില്ല. അതന്നെ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ അതുവരെയ്ക്കും വെള്ളം അവിടെ കുളിക്കാനുള്ള വെള്ളം എപ്പോഴും ഉണ്ടാവും. സീതാർകുണ്ട് പറ്റാറില്ല അല്ലേ? അതല്ല ഇവിടെ ഒക്കെ സോഴ്സ്. ഇപ്പോൾ ഇവർ പറഞ്ഞതേ സീതാർകുണ്ടിലെ വെള്ളം പറ്റാറില്ല എന്നാണ്. ഏത് വേനലിലും നമുക്കിവിടെ വന്ന് കുളിക്കാട്ടാ. ഒരു മുതിർന്നവർക്ക് 30 രൂപ. 30 രൂപ. 5 വയസ്സേ കുട്ടികൾ ടിക്കറ്റ് ഇല്ല. 5 വയസ്സേ കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട. അത് 6 to 12 വയസ്സുള്ള കുട്ടികൾക്ക് 20 രൂപ.
ഓക്കെ, അപ്പോൾ ഇതാണ് സീതാർകുണ്ടലത്തെ ടിക്കറ്റിൻ്റെ നിരക്ക് കേട്ടോ സുഹൃത്തുക്കളെ. നമ്മളെല്ലാവരോടും പറയും ഫുഡ് ഐറ്റംസ് പ്ലാസ്റ്റിക് ഒന്നും കൊണ്ടുപോകരുതെന്ന്. അവർ തിരിച്ചു കൊണ്ടുവരാൻ. ഞാൻ വരുമ്പോൾ കണ്ടു സ്നെഗ്ഗിയൊക്കെ വഴിയിലിട്ടിട്ട് അല്ലേ. അത് വളരെ മോശമുള്ള പരിപാടി കേട്ടോ. വീട്ടിൽ നിന്ന് കുട്ടികളായിട്ട് വരുമ്പോൾ ഒരു 10 പാക്കറ്റ് സ്നെഗ്ഗി മേടിക്കണേ. കിട്ടും. ഞാൻ വരണക്ക് വഴിയിലുണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. വഴി മാത്രമല്ല, ഞങ്ങളുടെ ഇവിടെ വന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഒക്കെ പെറുക്കി മാറ്റുക, വേറെ വഴിയില്ല. അപ്പോൾ ഞാൻ മേലെ പോയിട്ട് വരാം. അങ്ങനെ ഞാൻ സീതാർകുണ്ടലേക്ക് നമുക്ക് പോയി നോക്കാം. ഇവിടുന്ന് കയറിപ്പോണ വഴിയൊക്കെ നല്ല സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട്, നല്ല സൗകര്യത്തോട് കൂടിയിട്ടാണ്. കയറിപ്പോണ വഴിയൊക്കെ നല്ല ഭംഗിയാട്ടോ. കൊല്ലങ്കോട് പൊളി എന്ന് പറഞ്ഞാൽ പോലെ. ഇത് കാത്ത് സൂക്ഷിക്കണില്ല ഇവിടെ വരുന്ന ആളുകളെ. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇന്ന് വന്നു, ഞാൻ ഇന്ന് വരുമ്പോൾ കുറേ ചിപ്സും സാധനങ്ങളൊക്കെ ആയിട്ട് വരികയാണ്. ചിപ്സൊക്കെ തിന്ന് കവർ ഇവിടെ വലിച്ചെറിഞ്ഞൊരു പോക്കാം. അപ്പോൾ അവർ ഫോറസ്റ്റുകാർ പറഞ്ഞിട്ടില്ലേ, ഇടയ്ക്കിടയ്ക്ക് ഇതേപോലത്തെ ഒരു കസേരയും ബെഞ്ചൊക്കെ കൊടുത്തു തരണേ, ആളുകൾക്ക് ഇതേമാതിരി വിശ്രമിക്കാം. അവിടെ ദൂരെ കാണുന്ന ആ വെള്ളച്ചാട്ടത്തിലേക്കാണ്. അത് സംഭവം നമ്മൾ നെല്ലിയാമ്പതിയിലെ സൂയിസൈഡ് പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഈ കാണുന്നുണ്ടോ ഇവിടെ നടന്നിടത്ത് ഇവിടെ എത്തിയിട്ട് ഈ പോയിൻ്റ് കാണാം. ഇത് പാറ നനയാണ്ട് കണ്ട ഒരു ഏരിയ, അതാണ് നമ്മളുടെ സീതാർകുണ്ട് സൂയിസൈഡ് പോയിൻ്റ്. ഇവിടെ നിന്ന് കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളച്ചാട്ടം കാണാനുള്ളൊരു സ്പേസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അവർ നിൽക്കുന്നുണ്ടോ, അതിൻ്റെ മുകളിൽ നിന്നിട്ട് വെള്ളച്ചാട്ടം കാണാം. ഇതാണ് കേട്ടോ വ്യൂ പോയിൻ്റ് വെള്ളച്ചാട്ടത്തിൻ്റെ. വെള്ളത്തേക്ക് ഇറങ്ങാൻ വൈകില്ല, ഇവിടെ വന്നിട്ട് കാണാം. സീതാർകുണ്ടെന്ന് പറയും. ആ, ഇത് 300 പറയും. 300യോ? 300. ആ വെള്ളച്ചാട്ടം അല്ലേ? ആ വെള്ളച്ചാട്ടം. ഇതിന് അപ്പുറം കാണുന്നത് പലവപ്പാണ്ടി. പലവപ്പാണ്ടി. ആ, ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അപ്പുറത്തൊരു ഭാഗമുണ്ട്. അവിടെ കാണുന്ന വെള്ളച്ചാട്ടം അവിടെ തലക്കിൽ അത് പലവപ്പാണ്ടി. പലവപ്പാണ്ടി. ഇത് 300. ഇതിന്റെ ഈ വെള്ളച്ചാട്ടത്തിന്റെ അപ്പുറത്തെ സ്ഥലമുണ്ട്, അത് വെള്ളച്ചാട്ടമാണ്. അത് ചുക്രിയാൽ എന്ന് പറയും. ചുക്രിയാൽ. ഈ ഇതേമാതിരി തന്നെ വെള്ളച്ചാട്ടം വേറെ ഭാഗമുണ്ട്, ഇത് ഈ മലന്റെ അപ്പുറം ഭാഗം. അത് വെള്ളരിമേട് എന്ന് പറയും. വെള്ളരിമേട്. ഇത് സീതാർകുണ്ട്. സീതാർകുണ്ട്. അതൊക്കെ സന്യാസിക്കുണ്ടോ? അത് ശരി. ചെള്ളിക്കുണ്ട് നെല്ലിയാമ്പതി. അത്തിക്കുണ്ട് ചെള്ളിക്കുണ്ട് നെല്ലിയാമ്പതി. സീതാർകുണ്ട്, സന്യാസിക്കുണ്ട്, അത്തിക്കുണ്ട്, ചെള്ളിക്കുണ്ട്, നെല്ലിയാമ്പതി. നെല്ലിയാമ്പതി എന്നല്ല ഇപ്പൊ ഇത് വരുന്നത്. നമ്മുടെ വ്യൂ പോയിന്റ് കാണാം. വ്യൂ പോയിന്റ് അതൊക്കെ മനസ്സിലായി. ആ കാണുന്ന പോയിന്റ് അതെ വ്യൂ പോയിന്റ്. പിന്നെ ഇത് വന്നിട്ട് സീതാർകുണ്ട്, സന്യാസിക്കുണ്ട്, അത്തിക്കുണ്ട്, ചെള്ളിക്കുണ്ട്, നെല്ലിയാമ്പതി. അത് പലയപ്പാണ്ടി. ഇത് നിന്ന് നോക്കി വെള്ളം നെല്ലിയാമ്പതിയിൽ മഴ കൂടുതലായി കഴിഞ്ഞാൽ ഇവിടെ പറയാൻ പറ്റില്ല. വെള്ളം കൂടുതൽ നമുക്ക് പറയാം, പെട്ടെന്ന് കയറും. അവിടെ മഴ പെയ്യും. അതെ, അപ്പൊ സ്പീഡിൽ വെള്ളം വരും. ചിലപ്പോൾ ആൾക്കാർ കുളിച്ചുകൊണ്ടിരിക്കും. പറഞ്ഞാൽ ചില ആൾക്കാർ പറഞ്ഞാൽ കേൾക്കില്ല. ആ വെള്ളത്തിന്റെ ഒരു ആകൃതി ഉണ്ടാവും. കാറ്റത്ത് ഇങ്ങനെ പോകണത്. നല്ല മഴയാണ് ഇപ്പോൾ. നല്ല മഴയുണ്ട് അവിടെ. ഈ മലിന്റെ അപ്പുറ ഭാഗം പറമ്പുളമാണ്, തേക്കടി. അത് നമ്മുടെ പിള്ളേര് വീണ സ്ഥലം ഏതാ? ഇത് നെല്ലിയമ്മ സൂസൈഡ് പോയിന്റ് ആണ് ആ കാണുന്നത് അല്ലേ? ഇതിന്റെ മേലെ ഒരാള് ഇതിന് നെല്ലിമരം കണ്ടോ? അതാണ് നെല്ലിമരം. നെല്ലിമരം നമ്മളാ ഇതായിട്ട് നിൽക്കണതല്ലേ? ഒറ്റയ്ക്ക് നിൽക്കണം, സിംഗിൾ ആയിട്ട് നെല്ലിമരം. അവിടുന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരാൾ കാല് വഴിക്ക്, നമുക്ക് മഴ സമയമായിരുന്നു, കാല് വഴിക്ക് വീണു. പുറത്തിന് ബാലൻസ് വിളിച്ചായിരുന്നു, അതിന് വലിച്ചിട്ട് താഴെ വീണു. ഇത് കൂടെ കയറി പോയിട്ടാണ് എടുത്തത്? നെന്മാറി കൂടെ കയറിയിട്ടാണ് അങ്ങനെ വരുന്നത്. അതിൽ കൂടെ നെല്ലിമതി പോകാൻ പറ്റുള്ളൂ. അല്ല, ഞാൻ ചോദിക്കണേ, ഈ ഏരിയക്ക് വീണ ആളെന്നെ ഇത് കൂടെ പോയിട്ട് എടുത്തത്? അപ്പോൾ ഇതിലൂടെ കയറിപ്പോയി. ഇതിലൂടെ കയറിപ്പോ കുറച്ചു ദൂരം ഈ പാറ വെട്ട് കണ്ടില്ലേ, അവിടെ ബോഡി കിട്ടി. ഇത് കൂടെ തന്നെ കൊണ്ടുവരണം. ഒരാൾ മരിച്ചില്ല, ഒരാൾ കാല് കുടുങ്ങിയിട്ട് മരത്തിൽ കുടുങ്ങിയിട്ട് അതൊക്കെ അവിടെ കിടന്നു. ഞങ്ങൾ പോയി അതറിയാം. ഇതുവരെ എത്തി. കരടി ഒരട്ടം ഞങ്ങൾ അവിടെ ഫോറസ്റ്റുകാർ ഞങ്ങൾ പുറത്തിറങ്ങി നിൽക്കേ അവിടെ ഫോറസ്റ്റുകാർ പറഞ്ഞു എപ്പോഴാണ് വരുന്നത് പറയാൻ പറ്റില്ല. വേനലിൽ ഈ വെള്ളച്ചാട്ടം എവിടെയും വെള്ളം ഉണ്ടാവില്ല, ഈ കുഴിയിൽ മാത്രം വെള്ളം ഉണ്ടാവുള്ളൂ. ഇതിൽ മാത്രമല്ലേ? ഈ കുഴിയിൽ മാത്രം വെള്ളം ഉണ്ടാവുള്ളൂ, ഇവിടെ മാത്രം. ഞാൻ സീതാർകുണ്ട് നിന്നിട്ട് പോന്നു. ഇപ്പോൾ നല്ല തെളിഞ്ഞു. അങ്ങനെ ഉണ്ടോ എൻ്റെ ബാക്കിലുണ്ടോ? അടിപൊളി ക്ലൈമറ്റ് മക്കളെ ഇപ്പോൾ കൊല്ലങ്കോട് വന്ന് കാണാൻ പറ്റണത്. അപ്പോൾ മിസ് ചെയ്യണ്ട, വണ്ടിക്ക് വേണിച്ചാൽ ഞങ്ങളെ വിളിച്ചോ, നമ്പർ ഞാൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് കാണാം.